നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 651st day. Today പ്രഥമസ്കന്ധം 5th chapter 10th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 651 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. നയധ്വജചിത്രപദം ഹരിര്യശോ ജഗത്പവിത്രം പ്രഹ്നീതകർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസാ നിരമഞ്ജുശിക്ഷയാ. ഓം തത്സത്. നയധ്വജചിത്രപദം ഹരിര്യശോ ജഗത്പവിത്രം പ്രഹ്നീതകർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസാ നിരമഞ്ജുശിക്ഷയാ. ഓം തത്സത്. ന യദ് ചിത്രപദം ഹരേ യശോ ജഗത് പവിത്രം പ്രഹ്നീത കർഹിചിത് തദ് ആയസം തീർത്ഥം ഉശന്തി മാനസ ന യത്ര ഹംസ നിരമഞ്ജു ശിക്ഷയ. അതായത് ചിത്രപദം, ചിത്രങ്ങളായിട്ടുള്ള പദങ്ങളോട് കൂടിയ യത് വജ, യാതൊരു വജസ്, ജഗത് പവിത്രം, ലോകത്തെ ശുദ്ധമാക്കുന്നത്, ഹരേ യശ എന്നുള്ളതാണ് ഹരേ രശോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹരേ യശ, ഹരിയുടെ യശസ്സിനെ, ന പ്രഗൃഹ്ണീത, പ്രകർഷേണ പറയേണ്ട വിധത്തിൽ പറയുന്നില്ലയോ, തത് അത്, വായസം എന്ന് പറഞ്ഞാൽ കാക്കകളെയാണ് വായസം എന്ന് പറയുന്നത്. തദ് വായസം എന്ന് പറഞ്ഞാൽ കാക്കകൾക്കുള്ള തീർത്ഥമാണെന്ന് ഉശന്തി പറയുന്നു. തീർത്ഥം ഉശന്തി മാനസ, ഉശന്തി പറയുന്നു. ഉശിക്ഷയ എന്ന് പറഞ്ഞാൽ കമനീയമായ ബ്രഹ്മം നിവാസസ്ഥാനമായിട്ടുള്ള മാനസവാസികളായിട്ടുള്ള ഹംസന്മാർ യത്ര യാതൊന്നിൽ കർഹിചിത് ഒരു കാലത്തും ന നിരമന്തി, നിരമന്തിയോട് കൂടിയാണ് ചേർത്ത് പറയേണ്ടത്. നിരമന്തി ഒട്ടും രമിക്കുന്നില്ല. നിരമന്തി എന്ന് പറഞ്ഞാൽ അതിൽ ലയിച്ച് രമിച്ചിരിക്കുക. നിരമന്തി ഒട്ടും രമിക്കുന്നില്ല. അതായത് ഭഗവാന്റെ കഥകളല്ലാത്ത മറ്റുള്ള കഥകൾ പറയുന്നത് പരമഹംസന്മാരായിട്ടുള്ളവർക്ക് എപ്പോഴും ഇഷ്ടമാകുന്നില്ല, സന്തോഷിക്കുന്നില്ല. അവർ അതിലൊന്നും രസിക്കുന്നില്ല. മറ്റുള്ള വിചിത്ര പദങ്ങളെ കൊണ്ടുള്ളതായാലും ഭഗവാന്റെ കഥകൾ ഇല്ലാത്ത വാക്കുകൾ ഭക്തന്മാരായിട്ടുള്ള സാത്വിക ഭക്തന്മാർക്ക് ഒരിക്കലും സന്തോഷം നൽകുകയില്ല. അത് കുളിക്കാനുള്ള കാക്കകൾക്കുള്ള തീർത്ഥമാണെന്നാണ് പറയുന്നത്. എന്തെന്നാൽ ഈ മാനസവാസികളായിട്ടുള്ള സാത്വികരെ ഹംസന്മാരോടും രാജസ സ്വഭാവമായിട്ടുള്ള ലൗകികന്മാരെ കാക്കകളായിട്ടും ഇവിടെ താരതമ്യപ്പെടുത്തുകയാണ്. അതായത് കാക്കകൾ ചളിവെള്ളത്തിൽ കുളിച്ച് സന്തോഷം കൊള്ളുന്നു, എന്നാൽ ഹംസങ്ങൾ മാനസ സരസിലാണ് വസിക്കുന്നത്.
അവർ ഒരിക്കലും ചളിവെള്ളത്തിൽ കുളിക്കുകയോ ചളിവെള്ളത്തിൽ കുളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയോ ചെയ്യുകയില്ല. അപ്രകാരം ഭഗവാന്റെ വാക്കുകളില്ലാത്ത എല്ലാ കാര്യങ്ങളും, ഭഗവാനെപ്പറ്റി പ്രത്യേകമായി ഭക്തിയോടുകൂടി പറയാത്ത കാര്യങ്ങൾ എല്ലാ കാര്യവും ആ ശ്രീഹരിയുടെ ലോകശുദ്ധികരമായ യശസ്സിനെ പറയാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാത്വികന്മാർക്ക് ചളിവെള്ളത്തിന് തുല്യമാണ്. അവർ അതിൽ രമിക്കുകയില്ല, അവർക്കതിൽ സന്തോഷം ഉണ്ടാവുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. എപ്പോഴും ഭഗവാനെ പറ്റി സ്തുതിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ സാത്വിക അതായത് മനസ്സവാസികളായിട്ടുള്ള ഹംസന്മാർ അതിൽ ഒരു കാലത്തും കർഹിച്ചിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നിരമന്തി ഒട്ടും രസിക്കുന്നില്ല, ഒട്ടും രമിക്കുന്നില്ല. എത്ര സുന്ദരമായാലും എത്ര വലിയ പദങ്ങൾ കൊണ്ട് ചിത്രങ്ങളായ പദങ്ങളോട് കൂടിയതായാലും അങ്ങനെയുള്ള വചസ്സുകളൊന്നും അവരെ സന്തോഷിപ്പിക്കുകയില്ല എന്ന് പറയുകയാണ്. അതായത് മഹാഭാരതം മറ്റുള്ള പലതും പുരാണങ്ങളുമൊക്കെ വേദവ്യാസർ രചിച്ചു. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാനെ പ്രകീർത്തിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ പരമഹംസന്മാരെ രമിപ്പിക്കുന്നില്ല. അത് ചളിവെള്ളത്തിന് തുല്യമാണ്. അതിൽ കാക്കകൾ രസിക്കും, എന്നാൽ പരമഹംസന്മാരായിട്ടുള്ള ഹംസങ്ങൾ രസിക്കുകയില്ല എന്ന് പറയുകയാണ്. മാനസ സരസിലുള്ള ആ പത്മഖണ്ഡത്തെ കൊത്തിത്തിന്ന് സഞ്ചരിക്കുന്ന ഹംസപക്ഷികൾ, ചളി കെട്ടി നിൽക്കുന്ന കാക്കകൾ കുളിക്കുന്ന തീർത്ഥത്തിൽ അല്ലെങ്കിൽ കളിക്കുന്ന തീർത്ഥത്തിൽ രമിക്കാത്തതുപോലെ ഭഗവത് ഗുണകീർത്തന്മാരായിട്ടുള്ള ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രം ജീവിക്കുന്നവരായവർ ഇങ്ങനെയുള്ള അതിഭംഗിയുള്ള പാദങ്ങളോട് കൂടിയതായാലും ഇങ്ങനെയുള്ള ഭഗവത് കീർത്തനരഹിതമായ വാക്കിൽ സന്തോഷിക്കുന്നില്ല എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത് ന യദ്വചിത്രപദം ഹരേര്യശോ ജഗത്പവിത്രം പ്രശ്നീത കർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസാ നിരമഞ്ജുശിക്ഷയാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.